പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ടോഫി സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. നമ്മളൊക്കെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ സേമിയ മാത്രം വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്. പക്ഷേ ഈ ഒരു ചേരുവ കൂടി ഒന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴുകാതെ ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, ഒന്ന് ഗോൾഡ് കളർ ആവണ വരെ വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴയാത്ത രീതിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സേമിയ കൂടെ വറുത്തെടുക്കാം. ഞാൻ 1/3 കപ്പാണ് സേമിയ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഞാൻ ചേർക്കുന്ന എല്ലാ ചേരുവകളും ഈ ഒരു 1/2 ലിറ്റർ പാലിന് പാകത്തിനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ സേമിയ കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ലൈറ്റ് ഗോൾഡ് ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ സേമിയ വറുക്കുമ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാം. പക്ഷേ നമ്മൾ അവസാനം നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിക്കാത്തത്. ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡ് കളർ ആവണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഗോൾഡ് കളറാക്കേണ്ട, ലൈറ്റ് കളറാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു പായസം കൂടിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മ അങ്ങനെ ടോഫി ആക്കാറൊന്നുമില്ല. സാദാ പാലിൽ സേമിയയും പരിപ്പും കൂടെ ഇട്ടിട്ടുള്ള പായസമാണ്. പക്ഷേ അതിന് വല്ലാത്തൊരു രുചിയാണ് കേട്ടോ. കാരണം എൻ്റെ ഉമ്മക്ക് അറിയാവുന്ന ഏക ഒരു പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സേമിയ പായസം മാത്രമാണ്. വേറൊരു പായസം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഉമ്മ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സേമിയയിൽ വെച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് സേമിയയും പരിപ്പും കൂടിയുള്ള പായസം. പക്ഷെ വല്ലാത്തൊരു രുചിയാണ് കേട്ടോ, അതിന് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടോഫി ആക്കാൻ താല്പര്യമില്ലെങ്കിൽ സാദാ പാലിൽ ഈ പരിപ്പും സേമിയയും കൂടി ഇട്ടിട്ട് പായസം ഉണ്ടാക്കിയാൽ മതി. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, പായസത്തിൻ്റെ ലെവലേ മാറിപ്പോവും. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാരമലാക്കിയെടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട, അത് തനിയെ അങ്ങനെ ആയിക്കോളും. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. കാരമലാക്കി എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഇത് ഒരുപാട് കളറായി പോകരുത്. ഡാർക്ക് കളറായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പായസം മൊത്തം കയ്പ്പ് രുചിയായിട്ട് മാറും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ അതാ നല്ല പോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ടോഫി ആക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇനി 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ടോഫി ഉണ്ടാക്കുക, മിൽക്ക് മെയ്ഡ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണല്ലോ. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നല്ല ടോഫി ആക്കി മാറ്റുക. ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിൽക്ക് മെയ്ഡും കാരമലാക്കിയതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് ആ ടോഫിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് തന്നെയാണ് വരിക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 1/2 ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ച ഉടനെ തന്നെ കാരമലെല്ലാം ഇങ്ങനെ കട്ട കെട്ടിപ്പോവും. അത് കുഴപ്പമില്ല. ചെറു ചൂടിൽ വെച്ചിട്ട് ഇങ്ങനെ അലിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാലും കാരമലും നന്നായിട്ട് മിക്സ് ആയിക്കോളും. കാരമലെല്ലാം അലിഞ്ഞിട്ട് പാലിനോട് യോജിച്ച് ചേർന്നോളും. നന്നായിട്ടൊന്ന് നമുക്കൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളം കൂടിയാണ്. നോർമൽ വെള്ളമാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് പാലിൽ മാത്രം വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം. ഈ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടാക്കുമ്പം ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യൂല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾക്ക് പാല് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാല് മാത്രം ആക്കാം. ഞാൻ അവസാനത്തേക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്, അതുകൂടെ ചേർത്താൽ മതി. വെള്ളം ഒഴിവാക്കാം. ഇനി ഇതിപ്പോൾ നല്ലതായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. കാരമലെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് പാല്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അവിടെ ഇവിടെയും കട്ടായിട്ട് കിടക്കും സേമിയ. അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത്. ഇനി നമുക്ക് സേമിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം.
ഇളക്കി കൊടുത്ത് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ ദാ സേമിയ അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ, കാരണം വെന്ത് കുഴങ്ങി പോവരുത്. വെന്ത് കുഴങ്ങി പോയിട്ടുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്നത് നല്ലത്, കാരണം ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കടിക്കാൻ പാകത്തിൽ കിട്ടണം, അപ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ പരിപ്പ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ പരിപ്പ് ചേർക്കുന്നതോടുകൂടി ഈ പായസത്തിൻ്റെ ലെവലേ മാറിപ്പോകും കേട്ടോ, കാരണം ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ആവുമ്പോൾ. ഇപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ്. നല്ല ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിക്ക് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ് പൊടിയാണ്. നമുക്ക് 1 ടീസ്പൂൺ ഏലക്കായ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് ഞാൻ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 2 നുള്ളു ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മതി, പായസം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ അളവിൽ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സേമിയ പായസം. അടിപൊളി ടേസ്റ്റ് ഈസി ആയിട്ടുള്ള പായസമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടികളോ ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്